പ്രിയ കൂട്ടുകാരെ നമസ്കാരം. പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ, സംഘടനകൾ എല്ലാം ഒരുപാട് സഹായങ്ങൾ ആ വീട്ടുകാർക്ക് ചെയ്ത്, അതിന് ഞാൻ ആ കുടുംബത്തിന്റെ പേര് നിങ്ങളോട് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഞാനിന്നൊരു മറ്റൊരു കാര്യവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഒരു ചെറിയ സഹായ അഭ്യർത്ഥന തന്നെയാണ്. ചെറുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അവർക്ക് അർഹതപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവരെ സഹായിക്കണം. ഞാനൊരു മറ്റൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് അവിടെ ചെന്നത്. ആ വീഡിയോ എന്ന് പറയുന്നത് ഈ പുതുപ്പള്ളി പഞ്ചായത്തിൽ ഇങ്ങനെയുള്ള ഒരു വാർഡ് ഉണ്ടോ എന്ന് തന്നെ നിങ്ങൾക്ക് സംശയം തോന്നും. അത്രയ്ക്കൊരു വീഡിയോ ആണ് ഇനി വരാൻ പോകുന്നത്. അപ്പം അതിൻ്റെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ആ വഴികളിലൊക്കെ പൊക്കോണ്ടിരുന്നപ്പോഴത്തേന് ഒരാളെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. അപ്പം ഞാൻ അവരോടൊപ്പം കൂടി ആ വീട്ടിൽ ചെന്നു. അപ്പോൾ അവിടുത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേന് എനിക്കങ്ങ് ഭയങ്കര പ്രയാസമായിപ്പോയി. കാരണം ഞാൻ അന്നേരം തന്നെ അവരുടെ വീട്ടുകാരുമായിട്ടൊക്കെ ചോദിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് കാണുക. അപ്പോൾ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ആ കുടുംബത്തിന് സഹായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കണം. കാരണം നമ്മളിപ്പം കടയിൽ നിന്നൊരു സാധനം മേടിച്ചാൽ നമുക്ക് അവർ വാറണ്ടി തരും. 1 വർഷം അല്ലെ 10 വർഷമൊക്കെ ടി വിക്കൊക്കെ ആണെങ്കിലും വാറണ്ടി തരും. ഫോൺ മേടിച്ചാൽ വാറണ്ടി തരും. പക്ഷെ മനുഷ്യന്റെ കാര്യം, എൻ്റെ നിങ്ങളുടെ ഒന്നും കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇന്ന് കാണുന്നവരെ നാളെ കാണുമെന്ന് പോലും പറയാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ ദൃശ്യങ്ങളൊന്ന് കാണുക. അവരുടെ വീട്ടോട്ടുള്ള വഴി കണ്ടപ്പോൾ തന്നെ എനിക്ക് ആകെപ്പാടെ പ്രയാസമായി. എത്രയോ പേര് അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്. ആ ചുറ്റുവട്ടത്തുള്ള ചെറുപ്പക്കാരാണ്. അവരെയൊക്കെ എത്ര അഭിനന്ദിച്ചാലും മതിയാകത്തില്ല. കാരണം അവരാണ് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും അതുപോലെ ഹോസ്പിറ്റലിൽ നിന്ന് അവിടുന്ന് ആംബുലൻസെ കൊണ്ടിറക്കി കഴിഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനും എല്ലാം ഈ ചെറുപ്പക്കാരാണ്. അതുമെല്ലാം എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. എൻ്റെ വാർഡ് തന്നെയാണ് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡിലെ ഒരു കാഴ്ച നിങ്ങൾ കാണുക. ഒരു ചെറിയ സഹായം നിങ്ങളെ കൊണ്ടാകുന്നത് ചെയ്യുക. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണണം. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. മറ്റുള്ളവരുടെ മുമ്പിലൊന്ന് എത്തിക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു സഹായം ആ കുടുംബത്തിന് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിത് കാണുക. ഈ കടന്നു വരുന്നത് ഒരു ആംബുലൻസ് ആണ്. ഇതിലൊരു രോഗിയുണ്ട്. അദ്ദേഹം ക്യാൻസർ പേഷ്യൻ്റാണ്. അപ്പം പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ആംബുലൻസിലാണ് രാവിലെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയതാണ്. രാവിലെ 8 മണിക്ക് പോയതാണെന്ന് പറഞ്ഞത്. അപ്പം ഇവിടം വരെയാണ് വാഹനം വരത്തുള്ളൂ. ബാക്കി അവരുടെ വീട്ടോട്ട് ആളെ ചുമന്നുകൊണ്ട് പോകണം. അപ്പോൾ അവിടെ കുറച്ച് ചെറുപ്പക്കാരെല്ലാം വണ്ടി വരുന്നതനുസരിച്ച് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അവരാണ് രാവിലെ അങ്ങോട്ടും കൊണ്ടാക്കിയത്. അപ്പോൾ ആംബുലൻസ് വന്നിട്ടുണ്ട്. റെജി എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം 2 മാസമായുള്ളൂ. നല്ലപോലെ ജോലിക്കൊക്കെ പൊയ്ക്കൊണ്ടിരുന്നതാണ്. കമ്പിപ്പണിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്ക് ഒരു തലവേദന വന്നു. അതിലായിരുന്നു തുടക്കം. 2 മാസത്തിനുള്ളിൽ ആടെ രൂപം തന്നെ മാറിപ്പോയി. അത്രയ്ക്കും മോശമായ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പം കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് റെജിയുടെ ഫോട്ടോ. റെജിക്ക് ചെറിയൊരു തലവേദനയിലാണ് ഇത് തുടങ്ങിയത്. അപ്പം തലവേദന കൂടിക്കഴിഞ്ഞപ്പം പിന്നെ ഓർമ്മയ്ക്കും പ്രശ്നം വന്നു. അത് കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കാണിച്ചപ്പം വിശദമായ പരിശോധനയിലാണ് തലയ്ക്കുള്ളിൽ ക്യാൻസർ ആണെന്ന് മനസ്സിലായത്. അപ്പം ഇതിനോടകം തന്നെ ഒരുപാട് പണം നാട്ടുകാരെല്ലാം പിരിച്ചെടുത്ത് ഇവരെ സഹായിച്ചു. അതുകൂടാതെ ഒരുപാട് പണം ഇതിനു വേണ്ടിയെല്ലാം ഇപ്പം അവർക്ക് ചികിത്സയ്ക്ക് വേണ്ടി ചിലവായിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊരു വഴിയില്ല. കണ്ടോ, നിങ്ങൾക്ക് കാണാം. ഇവർ ഏറെക്കുറെ 200 മീറ്ററോളം ആളെ ചുമന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ഇവരുടെ വീട്ടിലോട്ടുള്ള വഴി എന്ന് പറഞ്ഞ ഒരു തൊണ്ടാണ്. അതിലെ ഒരു കാരണവശാലും ആളെ പിടിച്ചുകൊണ്ട് പോലും പോകാൻ പറ്റത്തില്ല. അപ്പം തൊട്ട് സമീപത്തുള്ള ഒരു വീടിൻ്റെ മിറ്റം വഴിയാണ് ഇത് കൊണ്ടുപോകുന്നത്. രണ്ട് സെൻറ്റിൻ്റെ അകത്തുള്ള ഒരു ചെറിയ വീടാണ് റെജിയുടേത്. അപ്പോൾ ഈ അയൽവക്കംകാരെല്ലാം കൂടെ അതുപോലെ സഹായിച്ചാണ് ഇപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ആശുപത്രി കാര്യവും ചികിത്സാ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും ഒരുപാട് പണച്ചെലവുള്ള കാര്യമാണ്. ഈ റെജിയുടെ വരുമാനത്തിലായിരുന്നു ആ കുടുംബം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പം പരിശോധനയിൽ ഡോക്ടർമാർ പറഞ്ഞ ഇപ്പം ഗുരുതരാവസ്ഥയിൽ തന്നെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പം കീമോ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അപ്പം ഇന്ന് ചെയ്യാൻ പറ്റിയില്ല. കാരണം ആടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിപ്പോയി.
ഉണ്ടോ, നിങ്ങൾക്ക് കാണാം, വഴി കാണാം, എങ്ങനെ നടന്നു തന്നെ പോകാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ മുഴുവൻ കല്ലും ഒക്കെ ആയിട്ട് ഒരു വിധത്തിലും ഇതിലൊന്നും പോകാൻ മേലാത്ത വിധത്തിലാണ് ഇപ്പം വഴി കിടക്കുന്നത്. മഴക്കാലമായ പറയുകയും വേണ്ട. ഇതുപോലെയൊന്നും നമ്മുടെയൊക്കെ വാർഡുകളിലൊക്കെ ഉള്ളത് നിങ്ങളുണ്ടെങ്കിലൊന്ന് പറയണം. നമ്മുടെ കണ്ടോ, ഇതൊക്കെ അത്യാവശ്യം ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കുകയൊക്കെ എന്തുമാത്രം പണം നമ്മൾ പഞ്ചായത്തൊക്കെ അനാവശ്യമായിട്ട് കളയുന്നുണ്ട്. കണ്ടോ, ഇതിലെയൊക്കെ എങ്ങനെ നടന്നു പോകുന്നു നോക്കി. ഒരു ആശുപത്രിക്കാരിയൊക്കെ വരുമ്പോഴാണ് ശരിക്കും രോഗികളെ, മനുഷ്യന് വേണ്ടിയത്, ജീവിക്കാൻ വേണ്ടിയത് വഴിയും വെള്ളമാണ്. ഇവർക്ക് വെള്ളവും ഇല്ല. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം കൂടെ. വഴിയില്ല, വെള്ളവും ഇല്ല. അതാണ് ഇവർ പാറമടയിലെ വെള്ളം എടുത്താണ് ഇവിടെയുള്ളവരെല്ലാം ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പം നിങ്ങൾ ഞെട്ടിപ്പോവും. കാരണം അത് ഞാൻ ഇനി അടുത്ത വീഡിയോയ്ക്കകത്ത് കാണിക്കാം. പാറമട അടക്കം നിങ്ങളെ കാണിക്കാം. കഴിഞ്ഞ ഇലക്ഷന് നമ്മുടെ ചാണ്ടി ഉമ്മനും ജയിക്കുകയൊക്കെ മത്സരിച്ച സമയത്ത് ഒരുപാട് ഇതുണ്ട്. ഇത് ഈ വഴി കണ്ടോ നിങ്ങൾ, ഉണ്ടോ? ഇതാണ് ഇവിടുത്തെ മിക്ക വഴിയുടെ അവസ്ഥ. ഇതാണ് അവർ മത്സരിച്ച സമയത്ത് ഒരുപാട് ചാനലുകാരൊക്കെ വന്ന് ഇവിടെ വീഡിയോ എടുക്കുകയും ഇവരുടെ ബൈറ്റ്സ് എടുക്കുകയൊക്കെ ചെയ്തതാണ്. അന്ന് നിങ്ങളൊക്കെ കണ്ടു കാണും, പാറമടയിലെ വെള്ളം ഉപയോഗിച്ച് ജീവിക്കുന്ന കുറേ ആൾക്കാരെന്നൊക്കെ പറഞ്ഞ്. ഇന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. 50 വർഷക്കാലമായി. അങ്ങനെയുണ്ടോ ഓട്ടോക്കെ? ഇതെപ്പം പോയത് ആശുപത്രിയിലോട്ട്? രാവിലെ 8 മണിക്ക് പോയതാണ്. ആ ശരി. പഞ്ചായത്തിൻ്റെ ആംബുലൻസ് ഓടിക്കുന്ന ഡ്രൈവറാണ്. അപ്പോൾ അവരെല്ലാം പറഞ്ഞ് നല്ല പയ്യനാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനൊന്ന് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇതാണ് അന്നമ്മ റെജി, ഉണ്ടോ? അവരുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിലാണ്. അപ്പം നിങ്ങളെക്കൊണ്ട് കഴിയാവുന്ന എന്തെങ്കിലും ഒരു ചെറിയ സഹായം ആ കുടുംബത്തിന് കിട്ടുകയാണെങ്കിൽ വളരെ ഒരു ആശ്വാസമാകും. അപ്പോൾ നിങ്ങൾക്കൊരു വായിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ കാണിക്കാം. ഇതിൽ ഫോൺ നമ്പറും എല്ലാം കൊടുത്തിട്ടുണ്ട്. റെജിയുടെ വൈഫിൻ്റെ നമ്പർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് വിളിക്കുകയും അതുപോലെ ആ നമ്പർ തന്നെയാണ് ഗൂഗിൾ പേയും. അപ്പം നിങ്ങളെക്കൊണ്ട് കഴിയാവുന്ന എന്തെങ്കിലും ഒരു സഹായം ആ കുടുംബത്തിന് ചെയ്യുക. ഇവർക്ക് കുടിവെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, പാറമടയെന്നും അതുപോലെ പഞ്ചായത്തിൻ്റെ ആണെങ്കിലും കുടിവെള്ളത്തിൻ്റെ ടാപ്പൊക്കെ 1-2 എണ്ണാണ്ട് ഇവിടെ ഈ കുന്നുംപുറത്ത് ഉള്ളൂ. അപ്പോൾ അവിടെ പോയി വെള്ളം എടുക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിലൊരു രോഗിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രോഗിയെ ഇട്ടിട്ട് വെള്ളം എടുക്കാൻ പോക്കൊക്കെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് ശരിക്കും പറഞ്ഞാൽ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ അറിയാൻ പറ്റത്തുള്ളൂ. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് കാവാലച്ചിറ എന്നുള്ള പറഞ്ഞ പ്രദേശമാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണിക്കാം. നമ്മുടെ പേരിലാണോ ഇതിൻ്റെ ബാങ്കിൻ്റെ ഡീറ്റെയിൽ എല്ലാം കിടക്കുന്നത്? ഇവരന്നേരം എപ്പോഴും സഹായത്തിനുണ്ടോ ഇവിടെ? അതോ പെരുമ്പാവൂരാ? ശരി. മോളെ എവിടെ പഠിക്കുന്നത്? പെരുമ്പാവൂർ. മോളെന്താ പഠിക്കുന്നത്? ഈ ആശുപത്രി പോകാൻ വേണ്ടി ഇവര് വരുമോ എല്ലാ പ്രാവശ്യം? ചെറിയ കടയൊക്കെ ഉണ്ട്, എല്ലായ്പ്പോഴും വരത്തില്ല, സമയം പോലെയൊക്കെ. അപ്പം നമ്മളിത് MRI ചെയ്താലേ നമുക്ക് ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ കീമോ അല്ലെങ്കിൽ റേഡിയേഷൻ ചെയ്യാൻ പറ്റും. റേഡിയേഷൻ ചെയ്യാൻ പറ്റുന്നില്ല, റേഡിയേഷന് മെഷീന് കയറാനുള്ള ആരോഗ്യമില്ല. പിന്നെ കീമോ ഇഞ്ചക്ഷൻ കൊടുത്ത് നമ്മുടെ സെൽസിൻ്റെ ഇത് കുറച്ചിട്ട് വന്നിപ്പോൾ ഫോം ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കുറയ്ക്കും. ഇനി വരാതിരിക്കാനുള്ള ആ ഇഞ്ചക്ഷനാണ് ഇത് ചെയ്തത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ റേഡിയേഷൻ ചെയ്യാനുള്ള ഇതാകണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ, അവരെ തീർച്ചയായിട്ടും സഹായിക്കുക. അതുപോലെ ഇനി മറ്റുള്ള വാർത്തകളൊക്കെ ആയിട്ട് വീണ്ടും വരും. അതുപോലെ തന്നെ ഇവിടുത്തെ കുറച്ച് ദുരിതക്കാഴ്ചകളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ നിങ്ങളെ കാണിക്കാം. അപ്പം പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസ് യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ എല്ലാം ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കാണ് ഫോളോ ചെയ്യണം, യൂട്യൂബാണ് സബ്സ്ക്രൈബ് ചെയ്യണം.
അപ്പോൾ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ വീഡിയോയും നിങ്ങളുടെ ഫോണിലാണേലും കാണാൻ പറ്റത്തുള്ളൂ. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഈ ചാനൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിലും മുന്നോട്ടും നിങ്ങളുടെ എല്ലാം സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസ്.